ഹരി ഓം. ഇന്ന് കർക്കിടകം 16. എല്ലാവർക്കും രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. എല്ലാവരും പ്രാർത്ഥിക്കും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കണ്ഠേ കാളി മഹാകാളി കാളനീരദവർണിനി കാളകണ്ഠാത്മജാതി ശ്രീഭദ്രകാളി നമോസ്തുതേ. കാളീം മേഘസമപ്രഭാം തൃണേനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം കേടകപാലധാരികശിര കൃത്വാ കരാഗ്രേഷു ച ഭൂതപ്രേതപിശാചമാതൃസഹിതാം മുണ്ടസ്രജാലം കൃതാം വന്ദീം ദുഷ്ടമസൂരികാദിവിപദാം സംഹാരണീമീശ്വരീ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധ്യായേതാജാനുബാഹും ധൃതശരദംശം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോപസാനാം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമൃജടാമണ്ഡലം രാമചന്ദ്രം. വൃത്താരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ട് മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോക്ഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാദിവിസ്ഥിതനായ ഒരു ബാലിയും ബദ്ധ്വാ പരിഹരം യുദ്ധായ സത്വരം ബദ്ധവൈര്യം പുറപ്പെട്ടോരു നേരത്തു പർദ്രുരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേതടുത്ത് ചൊല്ലിയിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തോരു ആശങ്കയുള്ളിൽ എനിക്കത് കേൾക്ക നീ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശ വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ള ഒരു മിത്രം അവരുണ്ട് പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൻ. ബാലേ ബലാലൊരു ശങ്കയുണ്ടാകുല കയ്യച്ചിടും നീ വൈകരുതേതുമേ. നീ ഒരു കാര്യം ധരിക്കേണമോമലെ ബന്ധുവായാരുള്ളത് ഓർക്ക സുഗ്രീവനും ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ. ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാൽ അവന് മറിക നീ. ശത്രുവായുള്ളവൻ വന്നു ഗ്രഹാന്തിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചത് ചൊല്ലു നീ. വൈരിയെക്കൊന്ന് വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലവേ. താരയും ചൊന്നാളത് കേട്ടവനോട് വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കളായാട്ടിന് പോയത് താനേ മമസുതരങ്കഥനം നേരം കേട്ടോരു ദന്തമെന്നോട്
കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ. ശ്രീമാൻ ദശരഥനാമയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടെ നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ. ദണ്ഡകാനനീ വന്യാസനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നുടെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തക്ഷണം ഋഷ്യമൂകാചലേ വന്നിതോ മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴുകയെന്ന് അന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടാണ് അഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്കിരുവരുമായുടൻ വൃത്താരിപുത്രനെ കൊന്ന് കിഷ്കിന്ധയിൽ മിത്രാത്മജാ നിന്നെ വാഴിപ്പനൻ എന്നോട് സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സത്വരമാർക്കതനിയനും വന്നീരമന്വേഷണം ചെയ്തറിഞ്ഞ് സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നു തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തതു. വന്നതിപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈര്യമായി വാഴിച്ചുകൊള്ളുകയിളമയായി. യാഹി രാമം നീ ശരണമായി വേഗേന പാഹിമാവംഗതം രാജ്യം കുലഞ്ചതേ. ഇങ്ങനെ ചൊല്ലി കരഞ്ഞു കാലം പിടിച്ചങ്ങനെ താര നമസ്കരിക്കും ഇതോ വ്യാകുലഹീനം ഉണർന്നനുരാഗവശേന പറഞ്ഞിതു ബാലിയും. സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായതുമേ നാസ്തി ഭയം മമ വല്ലഭേ. കേൾക്ക നീ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്ന നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചതു ഭൂമിഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭവാനില്ല നിർണയം നിർഗുണനേകാത്മരാത്മാരാമണീശ്വരൻ തച്ചരണാംബുജേ വീണു നമസ്കരിച്ച് ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ. മൽഗ്രഹത്തിങ്കൽ ഉപകാരവുമേറ്റം സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്ക നീ. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടുമന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ. ഭക്തിയോ പാർക്കലെന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനി പുഷ്കരലോചനി പൂർണ്ണഗുണാബുദേ. ഇത്തമാശസ്യവൃതാരിപുത്രനും ക്രുധനായി സത്വരം വിദ്വാ വരീകരം നിർഗമിച്ചീടിനാൻ. യുദ്ധായ സത്വരം നിഗ്രഹിച്ചീടുവാൻ സുഗ്രീവനെ കൃത. താരയും അശ്രഗണങ്ങൾ വാർന്നു വാർത്താരൂഢതാപമകത്തു പുക്കീടിനാൾ. പല്ലും കടിച്ചലറിക്കൊണ്ട് ബാലിയും നില്ലെന്നണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ട് താണ്ടിച്ചു ബാലിയെ. ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താണ്ടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചു വങ്ങു ഊറ്റത്തിൽ വീണും വിരണ്ടും ഉരണ്ടും മുർച്ചേറ്റം കലർന്നു നഖം കൊണ്ടുമാന്തിയും ചാടി പതിക്കയും കൂടെ കുതിക്കയും
മാടിത്തടുക്കുകയും കൂടെ കൊടുക്കുകയും ഓടിക്കളിക്കുകയും വാടി വിയർക്കുകയും മാടി വിളിക്കുകയും കോപിച്ചെടുക്കുകയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കുകയും വാഴ്ത്തി സ്തുതിക്കുകയും കാലനും കാലകാലം താനുമുള്ളവർ ബാലി സുഗ്രീവ യുദ്ധത്തിനോ ദൃഢം രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പോരും പോലെ രണ്ട് ശൈലങ്ങൾ തമ്മിൽ പോരും പോലെയും കണ്ടവരാർത്ത് കൊണ്ടോടി പുകഴ്ത്തിയും കണ്ടീല വാട്ടമൊരുത്തനുമേതുമേ. അച്ഛൻ കൊടുത്തൊരു മാല പാലിക്കുമുണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ച് തർക്കതനേനു വിഗ്രഹം സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടി പ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നത് കണ്ട് കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഡം മറിഞ്ഞാശു മഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമമാർ അയച്ചരുളീടിനാൻ. ചെന്നതു ബാലിതന്മാരിൽ തറച്ചുള്ള ഒന്നങ്ങലറി വീണീടിനാൻ. ബാലിയും ഭൂമിയും ഒന്നു വിറച്ചി തന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു സുതൻ. മോഹം കലർന്നു മുഹൂർത്ത മാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിനാൻ. ബാലിയും കാണായിതഗ്രേ രഘൂത്തമനെ തഥാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തുണീരവും മൃദുസ്മേരവദനവും ചാരുജടാമകുടം പൂണ്ടിടം പെട്ടമാരിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചാർവായുധങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദളശ്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസാ കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയുണ്ടായ കോപഖേദാകുലചേതസ. എന്തു ഞാനൊന്നു നിന്നോട് വിഴച്ചതുമെന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ഘോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞിതെന്തിനിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതുകൊണ്ട് ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും. എന്തോന്ന് സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലാഞ്ഞതും രക്ഷോവരന്തവ ഭക്തിയെ കട്ടതിനർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു. ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലിയാരറിയാഞ്ഞതു മുന്നം മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപ്രപരാക്രമം ലങ്കാപുരത്തെ ത്രികുടമൂലത്തോട് ശങ്കാവിഹീനം ദശാസനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ട് നിന്നന്തികേ വെച്ചു തൊഴുതേനുമാതരാൽ ധർമ്മിഷ്ഠനെന്നു ഭവാനീ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മമെന്തോന്ന് ലഭിച്ചതുകൊണ്ടും നിർമൂലമിങ്ങനെ കാട്ടാളനീ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തു പറക നീ. വാനര മാംസഭക്ഷ്യമത്രേ പദ മാനസേ തോന്നിയതെന്തിതു ഭൂപതി.
യുദ്ധം ബഹുഭാഷണം ചെയ്തു വാലിയോടുത്തരമായരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീള ഞാൻ. പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതു ഞാൻ മോഹബദ്ധനായി. നിന്നെ നീയേതും അറിയാഞ്ഞതോമെടോ പുത്രീ ഭഗീനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു. ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാഭാവി. താപമാർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത. ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും. ഏറെ പറഞ്ഞു പോകായികവരോടത് പാപത്തിനായി വരും. പാപികൾക്ക് ഏറ്റവും യുദ്ധമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിധം. മമാപരാധം ക്ഷമിക്കേണമേ. ശ്രീരാമ രാമ മഹാഭാഗോ ഭാഗേ രാഘവ. നാരായണൻ നിന്തിരുവടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കേണം. നിന്തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തികേ. താപകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിൻ നിയോഗം വന്നതാഹന്ത. ഭാഗ്യമെന്തോന്ന് ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാമവിദുർലഭം. മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനോ മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭവാനി കണ്ടു കണ്ടൻപോട് നിന്നുടെ സഹായം കൊണ്ടു മരിപ്പാനവകാശമിക്കാലമുണ്ടായതെന്നുടെ ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ തിരുവടി ജാനകീതാരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ അർത്ഥിക്കയാൽ എന്നതോ പത്മവിലോചനാറിഞ്ഞിടിനീൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കണം ഭഗവാനേ. എന്നോട് തുല്യബലനാകും അങ്കദൻ തന്നെ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനേനും അങ്കദപാലനും ഒക്കുമെനിക്കൊന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈകൾ കൊണ്ടടിയനെ അൻപോട് മെല്ലത്തലോടുകയും വേണം എന്നത് കേട്ടൊരു കൂത്തമൻ ബാണവും ചെന്ന് പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹമുപേക്ഷിച്ചു വാലിയും യോഗീന്ദ്രവൃന്ദ
ദുരാപമായുള്ളൊരു ലോകം ഭഗവൽ പദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മനാ ബാലിരാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടഭൂഭയത്തോടോടി വേഗേന മുക്കിതു കിഷ്കിന്ധയായ പുരാജിരേ ചൊല്ലിനാരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ ശ്രീരാമസായകമേറ്റൊരണാജിരേ താരേ കുമാരനെ വാഴിക്ക വയ്യാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു കോപിച്ചു കൊള്ളുക കിഷ്കിന്ധ മഹാപുരം മന്ത്രികളോടു നിയോഗിക്ക നീ പരിബന്ധികൾ ഉള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചത് കേട്ടോരു താരയും ഓലോല വീഴുന്ന കണ്ണുനീരും വാർത്ത് ദുഃഖേന ഭക്ഷസി താണ്ടിച്ചു ഗദ്ഗദ വാച പറഞ്ഞു പലതരം. എന്തിനെനിക്ക് പുത്രനും രാജ്യവും എന്തിനും ഭൂതലവാസവും ഈ വിധ ഭർത്താവ് തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ട് ഞാൻ. ഇതം കരഞ്ഞവൾ ചെന്നതൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളെ വരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണത് ചെന്നു പാദാന്തികേ ധാരയും കേണു തുടങ്ങിനാൾ. പിന്നെ പലതരം ബാണമേ തന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥന്നു പോരാ വിരിഞ്ഞാലടോ എന്നെ പതിയോടുകൂടെ കിലോ കന്യകാദാന ഫലം നിനക്കു വരും. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതേ വിഗ്രഹം തീർത്തുരുമയുമായി വാഴുക നീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം. ഇതം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശ കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയകർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.